ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടിക്കുമ്പോൾ അതിലൊരു തെറ്റുപറ്റിയപ്പോൾ തെറ്റ് തിരുത്തണമല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളത് മാറ്റിയടിക്കാൻ തീരുമാനിച്ചു. മാറ്റിയടിച്ചിട്ട് അത് ഓഫീസിൽ കൊണ്ടുവച്ചു. 2 ഓഫീസിലിരിക്കുകയാണ്. വിതരണം ചെയ്തപ്പോൾ പഴയതിൽ നിന്നറിയാതെ 1-2 എണ്ണം എടുത്ത് കൊടുത്തു. അങ്ങനെ പോയി കുറേ പൈസ പിരിച്ചു. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. ആരാണ് ചെയ്തത്? പാർട്ടി ഓഫീസ് സെക്രട്ടറി. പ്രത്യേകമായി ആരെയും ഇതിനെ ഒന്നും ചുമതല ഏൽപ്പിച്ചിരുന്നില്ല. കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഓഫീസ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറയാണ്, ഇത്ര വലിയ ഫണ്ട് പിരിക്കാനുള്ള പരിപാടിയുടെ ചുമതല ഓഫീസ് സെക്രട്ടറി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഓഫീസ് സെക്രട്ടറി അങ്ങനെ കൈ കിട്ടിയതെടുത്ത് ഇങ്ങനെ കൊടുത്തു. അങ്ങനെയാണോ? അത് ലക്ഷക്കണക്കിന് രൂപ പിരിക്കേണ്ട ഒരു രസീത് കുറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പഴയതും തെറ്റിപ്പോയത് പറഞ്ഞെടുത്ത് പിരിച്ചു. അതാരോ കൊണ്ടുപോയി പിരിച്ചു. മധുസൂദൻ അല്ല കേട്ടോ അത് പിരിച്ചത്. അതിൻ്റെ കണക്കും കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. കണക്ക് ഞങ്ങളുടെ കയ്യിൽ കൃത്യമായുണ്ട്. എത്ര പിരിച്ചു എന്നോ ആരാണത് പിരിച്ചതെന്നോ കൃത്യമായി എത്രയുണ്ടോ എന്നൊന്നും പറയുന്നില്ല. കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഈ തെറ്റിപ്പോയ കുറ്റികളിൽ ചിലത് അതിലൊന്ന് മധുസൂദൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കാണാതായി എന്നാണ് പറഞ്ഞത്. സ്വാഭാവികം, തിരക്കിനിടയ്ക്ക് വിട്ടുപോയതാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടുന്ന് തപ്പി അത് കൊണ്ടുവന്ന് കേട്ടോ, തപ്പി കൊണ്ടുവന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ കോർ ഭാഗമാണിത്. ഈ വ്യാജ രസീത് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ അടിച്ചു എന്നുള്ള കോർ ഭാഗം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ അച്ചടിച്ചത് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടെ പ്രേക്ഷകർ അറിയണം. ഒന്നിൽ ഇടതുപക്ഷ എന്നാണ്, മറ്റേ ഇടതുപക്ഷ ചന്ദ്രകലയും പിന്നെ ഈ ഉകാരവും. ഇതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ അത് ഓഫീസ് സെക്രട്ടറി അറിയാതെ എടുത്തതിൻ്റെ, ഓഫീസ് സെക്രട്ടറി ആൾക്ക് തെറ്റുപറ്റിപ്പോയതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ വേറെ ആൾ പിരിച്ചെടുത്തു എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെയാണ് വിശദീകരിച്ചിട്ട് നിങ്ങളെല്ലാം എടുത്തോണം. ബാക്കിയെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കായി കുഞ്ഞികൃഷ്ണന്മാർ, അതൊക്കെ പാർട്ടിക്ക് പറയാം. കാരണം പാർട്ടിയെ ഒരു നിർണായക തെരഞ്ഞെടുപ്പ് സന്ധിയിൽ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് വലിച്ചിരുന്ന ഒരാളെ മാക്സിമത്തിൽ പാർട്ടി ആക്ഷേപിക്കും. അത് തർക്കമൊന്നുമില്ല, കാര്യമില്ല. പക്ഷേ ആക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ ആളുകൾക്ക് മനസ്സിലാവണം. കാരണം ഈ പാർട്ടി ഫണ്ടായാലും ധനരാജ് ഫണ്ടായാലും തെരഞ്ഞെടുപ്പ് ഫണ്ടായാലും എവിടുന്നാണ് പിരിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ നിന്നാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ രസമാണ്. ഓക്കെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പൈസ പിരിക്കുന്നത് എവിടുന്നാണ്? നമുക്ക് പൊതുസമൂഹത്തോട് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത് CPIM പ്രവർത്തന ഫണ്ട് വിജയിപ്പിക്കുക, എല്ലായിടത്തും എഴുതി ഒട്ടിച്ച് ചെയ്യുന്നുണ്ടല്ലേ. അല്ലാതെ ഇവരാരും ലെവി മാത്രം എടുത്തിട്ടല്ലോ പാർട്ടി ഓടിക്കുന്നത്. പാർട്ടി സഖാക്കളുടെ ലെവി മാത്രം കൊണ്ടല്ല, പ്രവർത്തന ഫണ്ട് വിജയിപ്പിക്കുക എന്ന് എല്ലാ വർഷവും എല്ലാ പാർട്ടികളും എഴുതി ഒട്ടിച്ച് വെക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് എല്ലാവരിൽ നിന്നും സംഭാവന പിരിക്കാറുണ്ട്, എല്ലാ പാർട്ടികളും പിരിക്കാറുണ്ട്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം കൊണ്ടാണ് ഈ പാർട്ടികളൊക്കെ റൺ ചെയ്യുന്നിരിക്കെ ഈ പൈസ നിങ്ങളുടെ ചില ആളുകൾ മുക്കുകയാണെന്ന് ആക്ഷേപം വരുമ്പോൾ അതൊന്നും നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിലൊരു യുക്തി പ്രശ്നമുണ്ടല്ലോ.